ആണിന് ചെല്ലുമ്പോൾ പോലീസുകാരാകട്ടെ കോടതിയാകട്ടെ വില കൊടുക്കുന്നില്ല. ആണ് ചെന്ന് പറയുമ്പോൾ ആരും മൈൻഡ് ചെയ്യുന്നില്ല. പെണ്ണി എന്ന് പറയുമ്പോൾ പെണ്ണിനോട് വലിയ കരുതലുള്ളതുകൊണ്ടൊന്നും അല്ല മൈൻഡ് ചെയ്യുന്നത്. ഇവൾ ഞങ്ങൾക്കെതിരെ പരാതി കൊടുക്കുമോ, ഞങ്ങൾക്കെതിരെ ആക്ഷൻ എടുക്കുമോ എന്ന് വിചാരിച്ചിട്ടല്ല. പെണ്ണിനോടും അമിതമായ സ്നേഹമൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല. ഇനി പെണ്ണ് ആക്ഷൻ എടുത്തില്ല എന്ന് പറഞ്ഞ് പെണ്ണ് പരാതിക്ക് പോയാൽ നമുക്ക് പണി കിട്ടുമല്ലോ, ഇതാണ് ചെയ്യുന്നത്, അല്ലൊന്നുമല്ല. എന്നോട് പോലീസുകാരും പറഞ്ഞു, ആലോചിച്ചോളെ, എന്റെ ലാപ്ടോപ്പ് ഒക്കെ ഉണ്ട്, എടുത്തോണ്ട് പോയി. ഞാൻ സാറേ സൈബർ അധിക്ഷേപ പരാതിയല്ലേ. എന്തെങ്കിലും റിക്കവർ ചെയ്തെന്ന് കാണിക്കണ്ടേ, എന്തെങ്കിലും റിക്കവർ ചെയ്തെന്ന് കാണിക്കണ്ടേ. നമ്മുടെ നാട്ടിൽ നടക്കുന്ന കള്ളത്തരമാണ്, നമ്മുടെ നാട്ടിൽ നടക്കുന്ന അനീതിയാണ്. പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ മൂന്ന് കാര്യങ്ങളിലേക്ക് ചെയ്യാം. ഒന്ന്, ജനുവരി 26 നടക്കാൻ നമ്മളൊരു ഹെൽപ്പ് ലൈൻ നമ്പർ അനൗൺസ് ചെയ്യുന്നുണ്ട്. കഴിയുന്നവരോട് സപ്പോർട്ട് ചെയ്യാൻ പറയുക. നമ്മൾ നമ്പറൊക്കെ 26 നമ്മൾ അനൗൺസ് ചെയ്യും. 2, ഈ പുരുഷ കമ്മീഷൻ അടക്കമുള്ളത് നമ്മുടെ നിയമസഭയിൽ 11 മാസമായിട്ടിരിക്കുകയാണ്. സ്പീക്കർ അനുമതി തന്ന, ആലോചിക്കണം, CPM-ന്റെ സ്പീക്കറായ ശ്രീ ഷംസീർ അനുമതി തന്ന് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബില്ല് കഴിഞ്ഞ 11 മാസമായി നിയമസഭ ഇരിക്കുകയാണ്. അവതരിപ്പിക്കാത്തതിന് ഒരൊറ്റ കാരണമേ ഉള്ളൂ, മീഡിയക്കാര് സ്ത്രീ വിരോധികളാണെന്ന് നമ്മളെ പറയുമോന്ന് കോൺഗ്രസ്സുകാർക്ക് പേടി. അത് ആകാശത്തൊന്നും എടുത്തല്ല, നമ്മളോട് നേരിട്ട് പറയുന്നതാണ്. ഇനി ഞങ്ങളിത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് സ്ത്രീ പീഡകരാണ് അല്ലെങ്കിൽ സ്ത്രീ വിരോധികളാണെന്ന് പ്രചരിപ്പിക്കുമെന്ന് പേടി. ഇത് കാരണമാണ് മുഖ്യധാരമായ പ്രതിപക്ഷം അവതരിപ്പിക്കാത്തത്. പേഴ്സണലി കാണുമ്പോൾ CPM-ന്റെയും കോൺഗ്രസിന്റെ MLA-മാരും BJP-യുടെ നേതാക്കളും ഒക്കെ നമ്മളോട് സമ്മതം പറയുന്നുണ്ട്. 3, ദൈവത്തെ ഓർത്ത് ഇനിയെങ്കിലും നമുക്ക് ഇത്തരത്തിൽ സപ്പോർട്ട് ചെയ്യാൻ മെക്കാനിസം ഉണ്ടാകണം. ഈ സുനീറിന്റെ വിഷയം നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യണം. കാര്യം പത്രങ്ങളിലൊക്കെ വന്നാലേ പോലീസുകാർക്കൊക്കെ എന്തെങ്കിലും ഒരു വിലയെങ്കിലും ഉണ്ടാവും, ഇല്ലെങ്കിൽ മൈൻഡ് പോലും ചെയ്യില്ല. പത്രത്തിലൊക്കെ വന്നു, മാധ്യമങ്ങളിലൊക്കെ വന്നല്ലോ, അതുകൊണ്ട് നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകും എന്ന് വിചാരിച്ചെടുക്കും. ഈ ഹൂ കെയർസ് എന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ നോബഡി കെയർസ് ഇൻ അവർ സിസ്റ്റം എന്നുള്ളതാണ് പച്ച യാഥാർത്ഥ്യം. നോബഡി ബോദേഴ്സ് ആൻഡ് നോബഡി കെയർസ്. തങ്ങൾക്ക് എതിരെ എന്തെങ്കിലും പരാതിയോ പ്രശ്നമോ ഉണ്ടാവുമെന്ന് പോലീസ് വിചാരിച്ച് എന്തെങ്കിലും ചെയ്യുന്നതല്ലാതെ നമ്മുടെ സിസ്റ്റത്തിൽ ഒരുത്തനെ കുറിച്ചും നീതിയെക്കുറിച്ചും സത്യത്തെക്കുറിച്ചും നോബഡി കെയർസ്. അതാണ് അതിൻ്റെ, എസ്പെഷ്യലി ആണുങ്ങളുടെ കാര്യത്തിൽ, നോബഡി കെയർസ് അബൌട്ട് മെൻ. ഇതാണ് അതിൻ്റെ ബ്ലണ്ട് ആയിട്ടുള്ള റിയാലിറ്റി. അപ്പോൾ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, ഈ സുനീർ ഉമ്മയുടെ ഞങ്ങൾ ഇന്ന് തൊട്ട് ഇവർക്ക് വേണ്ടി ഒരു ക്യാമ്പയിൻ തുടങ്ങുന്നുണ്ട്. ഇവർക്ക് കുറച്ച് ഫൈനാൻഷ്യൽ സപ്പോർട്ടും കാര്യങ്ങളും പിന്തുണ കിട്ടാൻ വേണ്ടി നിങ്ങൾ ഈ വാർത്ത ദയവായി കൊടുക്കണം. വേറെ ഒന്നും കൊണ്ടല്ല, ഇല്ലാതെ നിങ്ങളോട് മാത്രമേ ഇനിയും പറയാനുള്ളൂ. വേറെ പോലീസുകാരോട് പറഞ്ഞാൽ അവർ കേൾക്കില്ല, കോടതി പറഞ്ഞാൽ എത്ര നാൾ കഴിഞ്ഞ് കേൾക്കുമെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ സുനീറിന് അമ്മയുടെ കാര്യവും മറ്റും വീഡിയോ ആയിട്ട് കൊടുക്കണം. ഞങ്ങൾ ഇന്നുതൊട്ട് നമ്മളാൽ കഴിയുന്ന രീതിയിൽ ഒരു സാമ്പത്തിക പിന്തുണ ഇവർക്കും ഇങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. എത്രയാണെന്ന് നമുക്കറിയില്ല, കിട്ടുന്നത് പോലെ അവർക്ക് സപ്പോർട്ട് ചെയ്യാം. നമ്മൾ ദീപകിൻ്റെ വീട്ടിൽ പറഞ്ഞതിൻ്റെ ഇരട്ടി നമുക്ക് കൊടുക്കാൻ കഴിയും. എന്തെങ്കിലും സുനീറിൻ്റെ ഫാമിലിക്കും കൂടെ സപ്പോർട്ട് കിട്ടണം. അതോടൊപ്പം ഈ 26 ലക്ഷം രൂപയുടെ ഒക്കെ കള്ളക്കേസ് ഇവർക്കെതിരെ വന്നതിൽ അറ്റ്ലീസ്റ്റ് പോലീസുകാർ TV-യിലെങ്കിലും കാണുമ്പോൾ ഇത് ചെയ്യരുത്, അനീതിയാണെന്നെങ്കിലും കരുതണം. കാരണം നമ്മുടെ അച്ഛൻ, നമ്മുടെ മകൻ, നമ്മുടെ സഹോദരൻ ജയിലിൽ നിന്ന്, ജീവിതം അവസാനിപ്പിക്കലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. അതുകൊണ്ടാണ് പുരുഷ കമ്മീഷനെയും പിന്തുണയ്ക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി.